ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഫാത്തിമ ഇഷാസ് വേൾഡ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫാത്തിമ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 5 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ ബർത്ത്ഡേനെ പറ്റിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഫ്ലാറ്റ് ലൈഫിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാർ ഇന്ന് UAE-യിലുണ്ട്. അതുപോലെയുള്ള ഒരു ഇത്താത്താനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ബ്ലോഗിലൂടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വർഷവും ഞാനാണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് നമുക്കൊരു തീം വർക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. ഞാൻ ഇപ്രാവശ്യം താത്താനോട് പറഞ്ഞു മിക്കി മൗസിൻ്റെ കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ കളേഴ്സൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താണ്, മിക്കി മൗസ് പടം ഇങ്ങനെ വരച്ചിട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ശരിക്കും ഇത്താത്താൻ്റെ കഴിവ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെയും. പാക്കിങ് ആദ്യം തന്നെ പറയാം, നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മറന്നുപോയി കേട്ടോ ഈ ക്യാൻഡിലൊക്കെ വെക്കാൻ. ഇതിൻ്റെ ഭംഗി കൊണ്ടിട്ട് നമ്മൾ അതിന്മേൽ തന്നെ നോക്കിയിരുന്നു, ആ കേക്കുമേൽ. അത് മുറിക്കാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസത്തിലാണ് താത്ത ഉണ്ടാക്കി തന്നത്. അത് കേക്കിനെ മാത്രം പ്രണയിച്ച് അതൊരു പാഷനാക്കി മാറ്റിയൊരു താത്തായാണ് കേട്ടോ. ഞാൻ മേടിച്ച കേക്കിന് 130 ദിറംസാണ് ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് മേടിച്ചത്. എനിക്ക് നേരത്തെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്താത്തൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവരാണെങ്കിൽ ഒരാഴ്ച മുന്നേ നമ്മൾ ഓർഡർ കൊടുക്കണം കേട്ടോ. ഓരോ കാര്യങ്ങൾ നേരത്തെ തന്നെ പറയണം. ഏത് കളറാണ് വേണ്ടത്, ഏത് തീമാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറയുവാണെങ്കിൽ അവരതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കും. എടുപിടിയെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നേരത്തെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കേക്കായത് കൊണ്ടിട്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും അവിടെ ഉള്ളവർ തന്നെ നല്ല അഭിപ്രായം പറയും. അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇത്താത്ത തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ ഫോട്ടോസും പിന്നെ റിവ്യൂസും പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID, വാട്സപ്പ് നമ്പർ എല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോൻ്റെ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഇത്താത്താനെ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയേ. എന്നിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിനകത്തും അതുപോലെ തന്നെ ഇത്താത്താൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിലും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.
Thank